അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. നാം ഇന്ന് വിശകലനം ചെയ്യുന്നത് 4-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2-ാം ഭാഗത്തിലെ 20-ാമത്തെ അധ്യായമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസുൽ 20 സ്വദഖത്തുൽ ഫഖീർ. ഫുഖറാഉൽ മുഹാജിരീന അതൗ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിറുകളിൽ നിന്നുള്ള പാവപ്പെട്ടവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു. ഫഖാലു ദഹബ അഹ്ലുദ്ദുസൂരി ബിദ്ദറജാതിൽ ഉലാ. അവർ പറഞ്ഞു, സമ്പന്നർ ഉന്നതമായ പദവികൾ നേടി. വന്നഈമിൽ മുഖീം, അവർ സ്ഥിരമായ അനുഗ്രഹത്തിൻ്റെ മേലിലുമാണ്. ഫഖാല വമാദാക, നബി തങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? ഫഖാലു യുസല്ലൂന കമാ നുസല്ലി. അവർ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നു. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നു. വയതസദ്ദഖൂന വലാ നതസദ്ദഖു, അവർ ധർമ്മം ചെയ്യുന്നു, ഞങ്ങൾ ധർമ്മം ചെയ്യുന്നില്ല. വയഅ്തിഖൂന വലാ നഅ്തിഖു, അവർ അടിമകളെ മോചിപ്പിക്കുന്നു, ഞങ്ങൾ അടിമകളെ മോചിപ്പിക്കുന്നില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫലാ ഉഅല്ലിമുകും ഷൈആ. അപ്പോൾ അല്ലാഹുവിൻ്റെ ദൂതർ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. തുദിരികൂന ബിഹി മൻ സബഖകും, നിങ്ങൾക്കു മുൻ കഴിഞ്ഞുപോയവരുടെ പദവി ലഭിക്കുന്ന ഒരു കാര്യം. വതസ്ബിഖൂന ബിഹി മൻ ബഅദകും, നിങ്ങൾക്ക് ശേഷം വരുന്നവരെ മുൻകടക്കുന്ന ഒരു കാര്യവും. വലാ യകൂനു അഹദുൻ അഫ്ളല മിൻകും, നിങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠരായ ഒരാളും ഉണ്ടാവുകയില്ല. ഇല്ലാ മൻ സ്വനഅ മിസ്ല മാ സ്വനഅ്തും, നിങ്ങൾ ചെയ്തതുപോലെ ചെയ്താലൊഴിച്ച്. ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മുത്തുനബി പാവപ്പെട്ട മുഹാജിറുകളായ സ്വഹാബികളോട് പറഞ്ഞു. ഖാലു ബലാ യാ റസൂലല്ലാഹ്, അവർ പറഞ്ഞു, അതെ, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഖാല തുസബ്ബിഹൂന വതുകബ്ബിറൂന വതുഹമ്മിദൂന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തസ്ബീഹ് ചൊല്ലുക, നിങ്ങൾ തക്ബീർ ചൊല്ലുക, നിങ്ങൾ ഹംദ് ചൊല്ലുക. ദുബുറ കുല്ലി സ്വലാത്തിൻ സലാസം വ സലാസീന മറ, എല്ലാ നിസ്കാരങ്ങൾക്ക് പിറകെയും 33 പ്രാവശ്യം. ഈ അധ്യായത്തിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠം: നിസ്കാരശേഷമുള്ള ദിക്റുകൾ പതിവാക്കിയാൽ നമ്മുടെ മുൻകഴിഞ്ഞു പോയ സച്ചരിതരായ ഒരുപാട് മഹത്തുക്കളായ ആളുകൾ അവർ നേടിയ സ്ഥാനം നമുക്കും കൈവരിക്കാൻ സാധിക്കും. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യ വർക്ക് നഖ്റഉ വനഫ്ഹമു, നമുക്ക് വായിക്കാം, നമുക്ക് ഗ്രഹിക്കാം. ഫഖീർ, ദരിദ്രൻ. അദറക, എത്തിച്ചേർന്നു അല്ലെങ്കിൽ കണ്ടെത്തി. ദസ്റുൻ, അതിൻ്റെ ബഹുവചനം ദുസൂറുൻ, സമ്പത്ത്. അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠൻ. സ്വല്ല, നിസ്കരിച്ചു. സ്വനഅ, ചെയ്തു. സ്വാമ, നോമ്പെടുത്തു, നോമ്പ് അനുഷ്ഠിച്ചു. സബ്ബഹ, തസ്ബീഹ് ചൊല്ലി. ഹജ്ജ, ഹജ്ജ് ചെയ്തു. ഖൽഫ, പിന്നിൽ.
ഖൽഫ അതിൻ്റെ വിപരീതം അമാം. ഇഴ്തമറ ഉംറ ചെയ്തു. യമീൻ വിപരീതം ഷിമാലുൻ. ജാഹദ ജിഹാദ് ചെയ്തു. തസദ്ദഖ ദാനം ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്. 1. മാദാ ഖാല ഫുഖറാഉൽ മുഹാജിരീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹാജിറുകളിൽ പാവപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: ഖാലു ദഹബ അഹ്ലുദ്ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. അവർ മുത്തുനബിയോട് പറഞ്ഞു, സമ്പന്നർ ഉന്നതമായ പദവികൾ നേടി, അവർ സ്ഥിരമായ അനുഗ്രഹത്തിൻ്റെ മേലിലുമാണ്. 2. മാദാ അമറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുഖറാ അൽ മുഹാജിരീന. മുഹാജിറുകളിൽ പാവപ്പെട്ട സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കൽപ്പിച്ചത്? ഉത്തരം: ഖാല തുസബ്ബിഹൂന വതുകബ്ബിറൂന വതുഹമ്മിദൂന ദുബുറ കുല്ലി സ്വലാത്തിൻ 33 മറ. എല്ലാ നിസ്കാരങ്ങൾക്ക് പിറകെയും 33 പ്രാവശ്യം തസ്ബീഹും തക്ബീറും തഹ്മീദും ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. 3. അലാ ഉഅല്ലിമുകും ഷൈഅൻ തുദ്രികൂന ബിഹി മൻ സബഖകും മൻ ഖാല വലിമൻ ഖാല. നിങ്ങളുടെ മുൻഗാമികളെ മുൻകടക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇത് ആരോട് പറഞ്ഞു? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഫുഖറാഇൽ മുഹാജിരീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹാജിറുകളിലെ പാവപ്പെട്ട സ്വഹാബികളോട് പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നക്തുബു കമാ ഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് എഴുതാം. 1. ദുസൂർ സ്വത്തുക്കൾ. അഹ്ലുദ്ദുസൂർ സമ്പന്നർ. അതുപോലെ താഴെയുള്ളവയും നമുക്കെഴുതാം. ഇൽമ് അറിവ്. അഹ്ലുൽ ഇൽം അറിവുള്ളവർ. ദഹബ് സ്വർണം. അഹ്ലു ദഹബ് സ്വർണമുള്ളവർ. ഫിദ്ദ വെള്ളി. അഹ്ലുൽ ഫിദ്ദ വെള്ളിയുള്ളവർ. 2. യുസല്ലി യുസല്ലൂന. അതുപോലെ താഴെയുള്ള ഓരോന്നും നമുക്ക് എഴുതാം. യസൂമു യസൂമൂന. യഹുജ്ജു യഹുജ്ജൂന. യഅ്തമിറു യഅ്തമിറൂന. യുജാഹിദു യുജാഹിദൂന. യതസദ്ദഖു യതസദ്ദഖൂന. യുസബ്ബിഹു യുസബ്ബിഹൂന. യുഹമ്മിദു യുഹമ്മിദൂന. യുകബ്ബിറു യുകബ്ബിറൂന.